അങ്ങനെ ഓപ്പറേഷന് മുന്നേ മുത്തശ്ശി കൊച്ചുമകനെ അവസാനമായിട്ട് കാണുകയാണ്. എന്നാൽ അവൻ കരുതിയിരിക്കുന്നത് അവൻ മരിക്കുമെന്നാണ്. മരിച്ചവരെല്ലാവരും സ്റ്റാറായി മാറുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. മുത്തശ്ശിക്കെന്നെ മിസ് ചെയ്താൽ എല്ലാ ദിവസവും ആകാശത്ത് നോക്കിയാൽ മതിയെന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻ്റ് അവനെ കണ്ടെത്തിയിട്ടുള്ള ഇൻഫോർമേഷൻ നൽകി. സെൻട്രൽ ഹോസ്പിറ്റലാണെന്നും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. അതിനാൽ അവനെ വേഗം കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. ഇവിടെ ഇവരുടെ ഓപ്പറേഷൻ സക്സസ് ആയി. അപ്പോൾ വിവരമറിഞ്ഞ മുത്തശ്ശിയുടെ മകനും മരുമകളും കൂടി എത്തി. ഒരു ബന്ധമില്ലാത്ത ഇവന് വേണ്ടി നിങ്ങളെന്തിനെ വീട് വിറ്റ് കാശ് ചെലവാച്ചെന്ന് ചോദിച്ച് മുത്തശ്ശിയുടെ ആ കാർഡെടുത്ത് അവർ പോയി. അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും മുത്തശ്ശിയുടെ മുറിവ് വീണ്ടും ഗുരുതരമാവുകയും നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, നിന്നെ നല്ലൊരാൾ എടുത്തു വളർത്തിക്കോളും എന്ന് പറഞ്ഞ് മുത്തശ്ശി മയങ്ങിപ്പോയി. അതേ നേരത്തായിരിക്കും അവൻ്റെ അച്ഛൻ വരിക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവന് യാതൊരുവിധ കുഴപ്പമില്ല. അവൻ്റെ റിയൽ പാരൻസിനെ കിട്ടി. മുത്തശ്ശിക്കും യാതൊരു കുഴപ്പമില്ല. അവൻ്റെ റിയൽ പാരൻസിനെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് ഹാപ്പിയായി. മുത്തശ്ശിയെ കൂട്ടിയിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് പോവുക. അവർ മുത്തശ്ശിക്ക് ക്യാഷൊക്കെ ഓഫർ ചെയ്തെങ്കിലും മുത്തശ്ശിക്ക് അതൊന്നുമില്ല. അവൻ്റെ സന്തോഷമാണ് മുത്തശ്ശിക്ക് വലുതെന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.